വിശുദ്ധ ദിവസം നമുക്ക് അനുഗ്രഹപൂർണ്ണമാകേണ്ടതിനായി ദൈവകൃപയ്ക്കായി നമുക്ക് യാചിക്കാം. നമ്മുടെ ചിന്തകളും നമ്മുടെ വിചാരങ്ങളും നിരൂപണങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും ദൈവത്തിന് പ്രസാദമുള്ളതായി തീരുവാൻ നമുക്ക് ദൈവകൃപയുടെ വലിയ മാരി ഇന്ന് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കട്ടെ. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അവസാന ഭാഗം ഒന്നും കൂടെ വായിക്കുക. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥന കഴിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ വീണ്ടും വിചാരത്തോടെ പ്രാർത്ഥിക്കണമെന്ന് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. യബ്ബേസ് എന്ന പുരുഷൻ ദൈവത്തോട് ഒരു പ്രത്യേക കാര്യം നാം എന്ന് ശ്രദ്ധിക്കേണ്ടതായുള്ള ജാഗ്രതയായിരിക്കേണ്ട ഒരു കാര്യമാണ് അപേക്ഷിക്കുന്നത്. യബ്ബേസിൻ്റെ ജീവിതത്തിൽ യബ്ബേസിനെക്കുറിച്ച് നമുക്ക് വലിയ പരിചയമൊന്നും വേദപുസ്തകം പകർന്നു തരുന്നില്ല. ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, തൻ്റെ സഹോദരന്മാരെക്കാൾ അവൻ മാന്യനായിരുന്നു. യഹൂദാ ഗോത്രത്തിൽ ജനിച്ച് വളർന്ന ഒരു മാന്യൻ. പിന്നീടൊന്നും നമുക്ക് അറിയുന്നില്ല. യബ്ബേസിൻ്റെ ജീവിതത്തിൽ അനർത്ഥം നേരിട്ടു. അനർത്ഥം നേരിടാത്ത ആളുകൾ ആരുമില്ല. മനുഷ്യനാണോ അവൻ്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ കൂടപ്പുറപ്പ്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ജീവിതത്തെ കൈകാര്യം ചെയ്യുക. നമ്മുടെ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദൈവത്തിൻ്റെ ദാനമായ ജീവൻ നാം ജീവിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ചെലവഴിക്കേണ്ടത് സാത്താൻ്റെ അധീനതയിലുള്ള ഈ ലോകത്തിലാണ്. നാം ദൈവത്തിനുള്ളവരാണ്. നമ്മൾ ജീവിക്കേണ്ടത് സാത്താൻ്റെ അധീനതയിൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എത്രമാത്രം ജീവിതത്തിൽ ജാഗ്രത ഉണ്ടായിരിക്കണം. നാം ദൈവത്തിൻ്റേതായി നിലകൊണ്ട് ജീവിതാവസാനത്തിൽ ദൈവത്തിൻ്റെ സന്നിധി ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യത അവകാശമാക്കുവാൻ നമ്മുടെ ജീവിതത്തെ എങ്ങനെ നമ്മൾ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് തിരുവചനം പലയിടത്തും നമ്മളെ ഓർപ്പിക്കുന്നൊരു കാര്യമാണ്. ഇവിടെ യബ്ബേസ് പ്രാർത്ഥിക്കുന്നത് അവൻ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. ഒന്നാമതായി ദൈവമേ നിൻ്റെ അനുഗ്രഹം എനിക്ക് വേണം. ഏതിന്? എൻ്റെ വിചാരങ്ങളിൽ, എൻ്റെ വാക്കുകളിൽ, എൻ്റെ നിരൂപണങ്ങളിൽ, എൻ്റെ പ്രവർത്തനങ്ങളിൽ ഒക്കെയും നിൻ്റെ അനുഗ്രഹം നിശ്ചയമായിട്ട് എനിക്ക് വേണം. നിൻ്റെ അനുഗ്രഹമില്ലാതെ എൻ്റെ ജീവിതം അനുഗ്രഹപൂർണ്ണമാക്കുവാൻ കഴിയുകയില്ല. എൻ്റെ വിചാരങ്ങൾ നീ അറിയുന്നു, ദൂരത്ത് നിന്ന് അറിയുന്ന ദൈവമാണ്. എൻ്റെ നിരൂപണങ്ങൾ നിനക്ക് മറവായിരിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമുള്ളതാകുവാൻ ദൈവമേ കൃപ നൽകണമേ എന്ന സങ്കീർത്തകൻ നമ്മളെ ഓർപ്പിക്കുക. നീ എന്നെ അനുഗ്രഹിക്കണം.
എൻ്റെ നിശ്ചയമായിട്ട് നിൻ്റെ അനുഗ്രഹം എനിക്ക് ആവശ്യമാണ്. നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കണം. ഒന്നാമതായി ദൈവാനുഗ്രഹം വേണം. രണ്ടാമതാണ് എൻ്റെ അതിര് വിസ്താരമാക്കണം. ഞാൻ ഇടുങ്ങിയിരിക്കുക, ഞാൻ ഞെരുങ്ങിയിരിക്കുക. ഞാൻ ഞെരുക്കത്തിലാകുമ്പോൾ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരുന്നത് എൻ്റെ ദൈവമാണ്. 4-ാം സങ്കീർത്തനത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, ഞാൻ ഞെരുക്കത്തിലായി, നീ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. എൻ്റെ അതിര് നീ വിസ്താരമാക്കുന്ന അതിരിലേക്ക് പ്രവേശിക്കുവാൻ എൻ്റെ ജീവിതത്തെ അനുവദിക്കണം. കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു തിക്ത അനുഭവത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ വളരെ കയ്പായ ചിന്തകളാണ് എൻ്റെ മനസ്സിൽ പൊങ്ങി വന്നത്. പെട്ടെന്ന് എൻ്റെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുകയാണ്. എൻ്റെ അതിര് വിസ്താരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയല്ലേ വേണ്ടത്. കയ്പായ ചിന്തകളെ ഊട്ടി വളർത്തി കയ്പുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനേക്കാൾ ആവശ്യമായിരിക്കുന്നത്, ഫലകരമായ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്നത് അതിര് വിസ്താരമാക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന. ദൈവം പ്രവർത്തിച്ചെങ്കിലേ ഇത് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിര് വിസ്താരമാക്കേണ്ടത് എന്തിനാണ്? ഞാൻ ചിന്തിച്ചു. ഇപ്പോൾ എനിക്ക് എൻ്റെ അന്തരാത്മാവ് തന്നെ എനിക്ക് ഉത്തരം നൽകി. ആത്മാവിൻ്റെ ഫലങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടുത്തിയിടണമെങ്കിൽ നിൻ്റെ അതിരിനെ വിസ്തൃതമാക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ 9 സ്വഭാവ വിശേഷങ്ങൾ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണമാകുന്നു എന്ന് മറ്റുള്ളവർ സാക്ഷിക്കുകയുള്ളൂ. അതിരില്ലാത്ത സ്നേഹം. എവിടെയാണ് ദൈവം നമുക്ക് അതിര് തരുന്നത്? ലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങളെൻ്റെ സാക്ഷികളാകും. ദൈവം ഈ ഭൂമിശാസ്ത്രപരമായി അതിരുകൾ ദൈവം നമുക്ക് തരുന്നില്ല. ദൈവം നമുക്ക് തരുന്ന അതിര് ഭൂമിയുടെ അറ്റത്തോളം അതിരില്ലാത്ത സാക്ഷ്യ ജീവിതം. ഈ സാക്ഷ്യ ജീവിതം നയിക്കണമെങ്കിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ ജീവിതത്തിൽ ഉളവാകേണ്ടിയിരിക്കുന്നു. അതിനെ അനുദിനം പോഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. നാം ഏകരായിരിക്കുമ്പോൾ നാം വളരെ ജാഗ്രത പാലിക്കേണ്ടത് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുകയാണ്. നമ്മുടെ ചിന്തകളെ അനിയന്ത്രിതമാക്കിയാൽ അരുതാത്ത ചിന്തകൾ നമ്മളിൽ കടന്നു വരും. സാത്താൻ്റെ ഒരു വിളനിലമായി നമ്മുടെ മനസ്സ് മാറുകയും ചെയ്യും. ജീവിതത്തിൽ നമുക്ക് സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ, നാം ദൈവത്തോട് നീതി പുലർത്തുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മിൽ ഉളവാകുവാൻ, അതിരില്ലാത്ത സ്നേഹത്തിനായി, അതിരില്ലാത്ത സന്തോഷത്തിനായി, അതിരില്ലാത്ത സമാധാനത്തിനായി, ബാക്കി എല്ലാ സ്വഭാവ വിശേഷങ്ങളിലും നമ്മെ പെരുകി വരേണ്ടതിന് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഫലമേൽപ്പിക്കണം. യബ്ബേസിൻ്റെ പ്രാർത്ഥന, നീ നിശ്ചയമായി എന്നോടുകൂടെ ഇരിക്കണം. ഒന്നാമത് പ്രാർത്ഥിക്കുന്നത്, നീ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ അതിര് വിസ്തൃതമാക്കണം. എന്തിനു വേണ്ടി വിസ്തൃതമാക്കണം? പരിശുദ്ധാത്മാവിൻ്റെ ഫലം എന്നിൽ ഉളവാകുവാനും അത് വളരുവാനും വർദ്ധിക്കുവാനും അത് വികസിക്കുവാനും പടരുവാനും
നീ എൻ്റെ അതിർ വിസ്തൃതമാക്കണം. മൂന്നാമത് പറയുന്നു, നിൻ്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. എൻ്റെ ഗമനാഗമനങ്ങളെ നിയന്ത്രിക്കുവാൻ, എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുവാൻ, എൻ്റെ നിരൂപണങ്ങളെ നിയന്ത്രിക്കുവാൻ നിൻ്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. നീ എന്നെ ഉയർത്തുന്നത് വരെയും നിൻ്റെ ബലമുള്ള കരത്തിൻ കീഴെ താണിരിക്കുവാൻ നിൻ്റെ ബലമുള്ള കൈ എൻ്റെ ശിരസിന്മേൽ വയ്ക്കണം. ദൈവമേ, നിൻ്റെ സാന്നിധ്യത്താൽ എന്നെ അനുഗ്രഹിക്കണം. ഒടുവിൽ യാബേസ് പ്രാർത്ഥിക്കുന്നത്, അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതവണ്ണം എന്നെ കാക്കണം. മനുഷ്യ ജീവിതത്തിൽ അനർത്ഥം ജീവിതത്തിൻ്റെ കൂടപ്പിറപ്പാണ്. ഈ അനർത്ഥങ്ങളെ നാം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? അനർത്ഥങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ കരം കൂടെയിരിക്കണം. അത് വ്യസന കാരണമായി തീരാതെ വണ്ണം ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ പരമേൽപ്പിക്കണം. പൂർണ്ണ നിയന്ത്രണം ദൈവത്തിൻ്റെ കരത്തിന് ആവട്ടെ. ഞാൻ അവൻ ഉള്ളം കയ്യിലിരിക്കാൻ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വിശുദ്ധ ദിവസത്തിൽ, ഈ വിശുദ്ധ വാരം നമുക്ക് ദൈവാശ്രയത്തിൽ കഴിക്കുവാൻ ദൈവകൃപ അന്വേഷിക്കാം.